ഹായ് ഓൾ. നമ്മളിപ്പോൾ നമ്മുടെ ഹിദായത്ത് സുബിയ മദ്രസയ്ക്ക് മുമ്പിലാണുള്ളത്. അപ്പോൾ മദ്രസയിൽ ഇന്ന് ഞായറാഴ്ചയാണ്. കുട്ടികളുടെ ചെറിയൊരു വർക്ക് മുമ്പ് നടക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ മദ്രസയ്ക്ക് മുമ്പിൽ വെച്ച് ഒരു ബൈക്ക് യാത്രികൻ ഇവിടെ നിറയെ ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് പാർശ്വഭാഗത്തായിട്ട് നിറയെ പൊടിമണ്ണ് നിറഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വന്ന വഴിക്ക് പെട്ടെന്ന് വണ്ടി പാളുകയും വീണ് ഒരല്പ ദൂരം വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ രാവിലെ മദ്രസ ടൈമിലാണ് സംഭവിച്ചത്. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ട് എല്ലാവരും ചാടി ഇറങ്ങി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈക്കും കാലിനൊക്കെ ചെറിയ പരിക്കുകളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും റോഡിൽ ഈ മണൽ ധാരാളം കിടക്കുന്നതുകൊണ്ടും അതും തെന്നി മാറിയതുമാണ് കാരണം ഉണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളെല്ലാവരും കൂടി അത് കൃത്യമായിട്ട് ആ മണൽ കിടക്കുന്ന ഭാഗത്തുള്ള മണലുകളെല്ലാം മാറ്റാനുള്ള തീരുമാനമായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെല്ലാവരും കൂടി മണൽ മാറ്റുന്ന പൊടിമണലെല്ലാം നീക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മനോഹരമായിട്ട് ഇവിടെ താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസവും ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ വലിയൊരു കട്ടർ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. അത് ഇവിടെ നിന്ന് എടുത്ത മണലെല്ലാം കൊണ്ടുപോയി അവിടെ ഇട്ട് താൽക്കാലികമായിട്ടൊരു ആശ്വാസം. ഈ മഴ വന്നു കഴിഞ്ഞാൽ മണലൊക്കെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാലും ഒരു ചെറിയൊരു ആശ്വാസം എന്ന നിലയിൽ അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി അതിൽ വ്യാപൃതരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇനിയൊരു ഭാവിയിലൊരു അപകടം സാധ്യമാകുന്ന ഒരു ഇടം കൂടിയാണ്. കാരണം ഇങ്ങനെ പൊടിമണൽ നിറഞ്ഞു കിടക്കുമ്പോൾ ഒരു പ്രശ്നമാണല്ലോ അത്. കഴിഞ്ഞ ദിവസം എനിക്കും സമാന അനുഭവം ഉണ്ടായി. മുളവൂരിൽ വെച്ച് മുളവൂരിൽ വെച്ച് ഒരു ചെറിയ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പൊടിമണൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കിഡായി, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ മണൽ ഒരു വിഷയമാണല്ലോ ബൈക്ക് യാത്രികർക്ക്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കുട്ടികളെല്ലാവരും ഒരുങ്ങി അതിനുള്ള തയ്യാറെടുപ്പിൽ. മാഷാ അല്ലാഹ്, നല്ലൊരു സാമൂഹ്യ സേവനം ബഹുതല സ്വീകരിക്കട്ടെ. ഇവിടെ എല്ലാവരും നോക്കിയാടാ, എല്ലാവരും തിരിച്ചോ, കൈ കൊടുത്തോ. ഇത് റയാൻ മോനാണ്. ഇതിൽ റയാനും അതുപോലെ നമ്മുടെ ഹസ്ബിനും ഉണ്ട് ഇതിൽ മുഖ്യ കാര്യദർശികളായിട്ട്. കണ്ടോ, ചെറിയ കുഞ്ഞു വരെ ഇതിൽ ആക്റ്റീവാണ്. മോൻ്റെ പേര് പറയടാ. സിനാൻ എന്ന് പറ. കണ്ടോ, സിനാൻ വരെ ഇതിൽ ആക്റ്റീവാണ്. മാഷാ അല്ലാഹ്. പ്രാർത്ഥയില്ലേ ഇനി ഇങ്ങോട്ടാ റയാനെ. ഇനിയിപ്പോൾ ഒരു അപകട സാധ്യത ഇവിടെ കുറഞ്ഞു ഇല്ലേ? കാരണം എന്താ, ഇന്നലെ എന്താ സംഭവിച്ചത് പറയും. ഒരു ബൈക്ക് അത്രയും കുറച്ചധികം വലിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്. നമ്മളെന്തൊക്കെ ചെയ്തു, ഇവിടെയുള്ള കംപ്ലീറ്റ് പൊടിമണലും എടുത്ത് അവിടെ നിന്നെല്ലാം കംപ്ലീറ്റ് അവിടെ നിന്ന് വാരിയിട്ട് ഒരു കട്ടർ ഉണ്ടായിരുന്നില്ലേ. ഈ കട്ടർ ഇങ്ങനെയുള്ള കട്ടറായിരുന്നു, നല്ല കുഴിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ആശ്വാസം ഈ ജനങ്ങൾക്ക്, ഈ യാത്രികർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. നമുക്കില്ല പ്രാർത്ഥയില്ലേ. എടാ ഇസാനെ, എന്താ പറയാനുള്ളത് പ്രാർത്ഥയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ ഒരു വലിയ അപകട സാധ്യത ഇതിലൂടെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാണാം.